നമ്മ സംഘടനയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംഘടനയുമായി ബന്ധപ്പെട്ട് താൻ അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി വെളിപ്പെടുത്തി ആലപ്പി അഷ്റഫ് രംഗത്ത് വന്നിരുന്നു. അമ്മയിൽ എപ്പോഴും സംഘടനയിൽ പരാതികളെ ഒറ്റപ്പെടുത്തി കാണുമെന്നും ആക്രമിക്കുകയും കുറ്റവാളികളുമായ ആരോപിതരെയും പുരുഷന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണെന്നാണ് അഷ്റഫ് കുറ്റപ്പെടുത്തിയത്. അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അമ്മ എന്ന താരസംഘടനയിലെ ആഭ്യന്തര കലഹം അതിരുവിട്ട അവസ്ഥയിലാണ്. പലരും പറയുന്നത് ഇതിന് കാരണം സ്ത്രീകൾ തലപ്പത്ത് വന്നതുകൊണ്ട് തന്നെയാണ് എന്നാണ്. എന്നാൽ ഇതിന് സത്യത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട്. സഹപ്രവർത്തകയെ ഒരു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ അവൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിന്ന കാലം കരുതിവെച്ച കാവ്യനീതിയാണ് ഈ നടക്കുന്നത് എന്നുമാണ് പറയുന്നത്. അന്ന് ആ നടിയുടെ കണ്ണീരും കരച്ചിലും കണ്ടില്ല എന്ന് നടിച്ച് നിഷ്കരണം തള്ളിക്കളഞ്ഞവരാണ് ഇവരിൽ പലരും. അവൾ ഒഴുക്കിയ കണ്ണീരിന് കണക്ക് പറയാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ലെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണം ഏറ്റെടുക്കുന്ന അന്ന് തുടങ്ങിയ ആഭ്യന്തര കലഹമാണ്. പല പ്രാവശ്യം പൊട്ടലും ചീറ്റലും ഒക്കെ പുറം ലോകം എത്തിയിട്ടുമുണ്ട്. അതൊക്കെ തീർത്ത് വേണ്ട മാറ്റങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യാൻ. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ചീഞ്ഞു നാറുന്ന ബോംബുകളായി ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഘടനയിലെ താരലഹള പലവിധമാണ്. പണം തട്ടിപ്പിന്റെ പേരിൽ പ്രശ്നം, കുടുംബ കലഹം ഉണ്ടാക്കിയതിന്റെ പേരിൽ പ്രശ്നം, തെറി വിളിച്ചതിന്റെ പേരിൽ പ്രശ്നം, അവിഹിത ബന്ധത്തിന്റെ പേരിൽ പ്രശ്നം, തൊഴിൽ പീഡനത്തിന്റെ പേരിൽ പ്രശ്നം, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ പ്രശ്നം, പണം കൈയിട്ട് വാരി എന്നുള്ള പ്രശ്നം വേറെയും. എന്തിനേറെ മതത്തിന്റെയും ജാതിയുടെ പേരിലും വരെ പ്രശ്നങ്ങളുണ്ട്. പൊതു സമക്ഷത്തിൽ ഇപ്പോൾ ആവലാതി പറഞ്ഞ് എത്തിയിരിക്കുകയാണ് അൻസിബ ഹസനാണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അൻസിബ. എന്നാൽ ചിലർക്ക് അൻസിബയോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിനു കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അൻസിബ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഞാനൊരു കാര്യം തുറന്നു പറയാം, അൻസിബ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘടനയുടെ ഭാരവാഹികളും എൻ്റെ അടുത്ത് സുഹൃത്തുക്കളുമായ ഒരു നടൻ എന്നോട് വളരെ വിമർശനത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അൻസിബയുടെ പേരിൽ കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്. ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇത്രയും ജാതി വിവേചനമുള്ള കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് അറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയെ നേരിലുള്ള ജാതി വിവേചനം. പിന്നീട് അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റൽ നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി കുറ്റപ്പെടുത്താനും ആരംഭിച്ചു. കഴിഞ്ഞ ഭരണഘടനയിലും ജാതിയെ അധിക്ഷേപങ്ങളെയും വേർതിരിവുകളെയും അമ്മയിൽ ഉണ്ടായതായി കേട്ടുകേൾവി പോലുമില്ല. അമ്മയിൽ പോലും സംഘടനയിൽ നിന്ന പരാതികളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയും കുറ്റവാളികളായ ആരോപിതരായ പുരുഷന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണത തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിനപ്പുറം അങ്ങനെ തുടരുക തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിൽ തീവ്രമായ നിലപാടുകൾക്കുള്ള ചില സ്ത്രീകളുമുണ്ട് എന്നും പറയുന്നു. അമ്മയുടെ അവസ്ഥ വളരെയധികം മോശമാണ് എന്ന് തന്നെയാണ് അഷ്റഫ് കൂട്ടിച്ചേർത്തത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക.